ജപ്പാനിൽ ഇപ്പോൾ ബേബി ഡൈപ്പേഴ്സിനേക്കാൾ കൂടുതൽ വിറ്റ് പോകുന്നത് അഡൾട്ട്സ് ഡൈപ്പർ ആണെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതൊരു അതിശയോക്തിയല്ല. 2027 വരെയുള്ള 5 വർഷ കാലയളവിനിടയിൽ വലിയ വലിയ റിസർച്ചർമാരും കമ്പനികളൊക്കെ പഠിച്ചു നോക്കുമ്പോൾ ജപ്പാനിൽ ഇപ്പോൾ അഡൾട്ട് ഡൈപ്പേഴ്സിന്, അതായത് മുതിർന്നവർക്ക് ഉള്ള ഡൈപ്പറുകൾ 16% വളർച്ച കൂടിയെന്നാണ്. എന്ന് വെച്ചാൽ 98.9 ബില്യൺ yen, ഡോളറിൽ പറയുകയാണെങ്കിൽ $612 മില്യൺ വിൽപ്പന അധികരിച്ചു. അതേസമയം കുട്ടികളുടെ ഡയപ്പർ നോക്കുമ്പോൾ കേവലം 8% മാത്രമേ വളർച്ചയുള്ളൂ. അതായത് 84.6 ബില്യൺ യെന്നിൻ്റെ വളർച്ച മാത്രമേ ഉള്ളൂ എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. ജപ്പാനിലെ ചില കമ്പനികൾ ഓൾറെഡി ബേബി ഡയപ്പേഴ്സ് ഇറക്കുന്ന കമ്പനികൾ അത് നിർത്തിയിട്ട് അഡൾട്ട് ഡയപ്പർ ഇറക്കുന്നതിലേക്ക് തിരിഞ്ഞിരിക്കുന്നുവെന്നും ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആ സമൂഹത്തിൽ വയസ്സാകുന്ന ആളുകളുടെ, പ്രായമാകുന്ന ആളുകളുടെ പ്രായം വളരെ അധികമായിട്ട് ഡയപ്പർ ഉപയോഗിക്കേണ്ടി വരുന്ന ആളുകൾ അധികരിക്കുകയാണ്. ഡയപ്പർ ഉപയോഗിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം മലമൂത്ര വിസർജനം കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്ര പ്രായമായ ആളുകൾ അധികരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയം കുട്ടികളാകട്ടെ കുറഞ്ഞു വരികയും ചെയ്യുന്നു. ഗവൺമെൻറ് പലതും ചെയ്തു നോക്കുന്നുണ്ട്. സാമ്പത്തികമായി സഹായങ്ങൾ ഓഫർ ചെയ്യുന്ന പൗരന്മാർക്ക് എന്തുകൊണ്ട് വിവാഹം കഴിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പല ക്യാമ്പയിനുകൾ നടത്തുന്നു. കുട്ടികളുള്ളവർക്ക് ആഴ്ചയിൽ 4 ദിവസം ജോലി ചെയ്താൽ മതി എന്ന് പറയുന്നു. അങ്ങനെ പലതും ഓഫർ ചെയ്തിട്ടും ആളുകൾക്ക് വിവാഹം വേണ്ട എന്നുള്ളതാണ് ഇന്നത്തെ അവരുടെ നിലപാട്. ഇത് ഹൈപ്പർ ഇൻഡിവിജ്വലിസത്തിൻ്റെ പരിണിത ഫലമാണ്. എനിക്ക് എൻ്റെ ജീവിതവും എൻ്റെ ജീവിതത്തിൻ്റെ സൗഖ്യവും എന്തിനെൻ്റെ സുഖങ്ങളും ആസ്വാദനങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഭാര്യമാർക്കും കുട്ടികൾക്കുമൊക്കെ വേണ്ടി ത്യജിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുത്തതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്.